ഈ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന പാഠത്തിലെ കണക്കുകൾ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും ഇക്വേഷനുകളും കുറച്ച് ട്രിക്കുകളുമാണ് നോക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ക്യാപ്സ്യൂൾ സെഷന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും പ്രാക്ടിക്കലിന്റെ സഹായത്തോടു കൂടി നോക്കുന്ന വീഡിയോ, ലെറ്റസ് അസസിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അഥവാ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്താണെന്ന് നോക്കാം. ഒരു ഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിനകത്ത് നമ്മൾ ഇങ്ങോട്ടുള്ള വാല്യൂസ് എപ്പോഴും പോസിറ്റീവായിട്ടും ഇങ്ങോട്ടുള്ള വാല്യൂസ് നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ മുകളിലോട്ട് ഇങ്ങോട്ടുള്ള വാല്യൂസ് പോസിറ്റീവായിട്ടും താഴോട്ട് ഇങ്ങോട്ടുള്ള വാല്യൂസ് നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഇതേ രീതി തന്നെയാണ് മിററുകൾ അഥവാ ദർപ്പണങ്ങളോ അല്ലെങ്കിൽ ലെൻസുകളോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ആ ഗ്രാഫ് ഇങ്ങോട്ട് വരച്ചു. സോ ഈ മെത്തേഡിൽ പറയുന്നത്, ഞാൻ ഈ ഗ്രാഫിൻ്റെ ഒറിജിനിലേക്ക് എൻ്റെ മിററിൻ്റെ പോള് വരുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിലേതുപോലെ ഈ മിററിൽ നിന്നും അങ്ങോട്ടളക്കുന്ന എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവായിരിക്കും, ഇങ്ങോട്ടളക്കുന്ന എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന് മുകളിലോട്ടളക്കുന്ന എല്ലാ ഹൈറ്റും പോസിറ്റീവായിരിക്കും, ഈ ഒരു ലൈനിന് താഴോട്ടളക്കുന്ന എല്ലാ ഹൈറ്റും നെഗറ്റീവായിരിക്കും. ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. മിററിൽ നിന്നും അങ്ങോട്ട് അളന്നു കഴിഞ്ഞാൽ പോസിറ്റീവ്, ഇങ്ങോട്ട് അളന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്, മുകളിലോട്ട് അളന്നാൽ പോസിറ്റീവ്, താഴോട്ട് അളന്നാൽ നെഗറ്റീവ്. കോൺകേവ് മിറർ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ കോൺവെക്സ് മിറർ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ ഷേപ്പിൻ്റെ യഥാർത്ഥ സെൻറ്റർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. മലയാളത്തിൽ വക്രത കേന്ദ്രം എന്ന് പറയും. നമ്മൾ സി എന്ന ലെറ്റർ വെച്ചാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ കാണിക്കുന്നത്. സോ ഞാനിവിടെ ജസ്റ്റ് ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈ രണ്ട് മിററിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൺകേവ് മിററിൻ്റെ കേസിൽ സി ഇവിടെയും വരും, കോൺവെക്സ് മിററിൻ്റെ കേസിൽ സി ഇവിടെ വരും. ഈ പോളിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ദൂരത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്ന്. അതുപോലെ പോളിൽ നിന്നും സി വരെയുള്ള ദൂരത്തിൻ്റെ നേരെ പകുതിക്ക് വരുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മെയിൻ ഫോക്കസ്. എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ മെയിൻ ഫോക്കസിനെ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് ക്വസ്റ്റ്യനകത്തൊക്കെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സി എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂവിൻ്റെ പകുതി എടുത്ത് നമുക്ക് ഫോക്കസും മാർക്ക് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ആറിൻ്റെ വാല്യൂ 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പോളിൽ നിന്നും 8 സെൻറ്റിമീറ്റർ മാറി സിയും വരയ്ക്കാൻ പറ്റും. അതുപോലെ 8ൻ്റെ പകുതിയായ 4 സെൻറ്റിമീറ്റർ പോളിൽ നിന്നും മാറി നമുക്ക് ഫോക്കസും വരയ്ക്കാൻ പറ്റും. ഇത് ഒരു ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. ആറിൻ്റെ വാല്യൂവിൻ്റെ പകുതി എടുത്താൽ നമുക്ക് എഫിൻ്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഇത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂവിൻ്റെ 2 ഇരട്ടി എടുത്താൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. മിററിൽ നിന്നും ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നതിനാൽ എഫും സിയും കോൺകേവ് മിററിൻ്റെ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ മിററിൽ നിന്നും അങ്ങോട്ട് മെഷർ ചെയ്യുന്നതിനാൽ എഫും സിയും കോൺവെക്സ് മിററിൻ്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞിട്ട് എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ തരുമ്പോൾ നമ്മൾ ആ എഫിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. അതുപോലെ കോൺവെക്സ് മിറർ ആണെന്ന് പറഞ്ഞിട്ട് എഫിനൊരു വാല്യൂ ഒരു ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. ഇതിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യനകത്ത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ എഫിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് വന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കോൺകേവ് മിറർ ആണെന്ന്. ആ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് എഫിൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കോൺവെക്സ് മിറർ ആണെന്ന്. സോ ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺകേവ് മിററിൻ്റെ പടം അനുസരിച്ച് ഈ സൈഡിൽ ഫോക്കസ് വരും, ഈ സൈഡിലായതുകൊണ്ട് അത് നെഗറ്റീവാണ്. കോൺവെക്സ് മിററിൻ്റെ പടം അനുസരിച്ച് ആ സൈഡിലായിരിക്കും ഫോക്കസ് വരുന്നത്, ആ സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. നമ്മൾ എഫും സിയും പിയും എന്താണെന്ന് കണ്ടു. ഇനി യു, വി, എച്ച്, ഒ, എച്ച്, ഐ, എം എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മിററിൽ നിന്നും ഒബ്ജക്റ്റ് അഥവാ വസ്തു വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ മിററിൽ നിന്നും ഇമേജ് വരെയുള്ള ദൂരം അഥവാ പ്രതിബിംബം വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പലർക്കും ഈ യുവും വിയും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്, ഏതാണ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതാണ് ഇമേജിൻ്റെ എന്ന്. ഒരു ട്രിക്ക് പറയാം. നമ്മൾ ABCD പറയുമ്പോൾ യു കഴിഞ്ഞാണ് വി വരുന്നത്. സോ യു ആണ് ആദ്യം വരുന്നത്, നമ്മൾ ഒബ്ജക്റ്റ് ആണ് ആദ്യം വെക്കുന്നത്. യു കഴിഞ്ഞാണ് വി വരുന്നത്, ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇമേജ് കിട്ടൂ. ഡൗട്ടുള്ളവർ ഇങ്ങനെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി HO എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അഥവാ നമ്മൾ വെച്ച വസ്തുവിൻ്റെ ഉയരത്തെയും HI എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ ഹൈറ്റ്
അഥവാ പ്രതിബിംബത്തിൻ്റെ ഉയരത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ എം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്നാണ് അർത്ഥം. മലയാളത്തിൽ ആവർത്തനം എന്ന് പറയും. നമുക്ക് കിട്ടിയ ഇമേജ് വലുതാണോ ചെറുതാണോ എന്നൊക്കെ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് കണ്ടുപിടിക്കാം. ഈ പഠിച്ച എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് മാഗ്നിഫിക്കേഷന് ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. m - v/u = hi/ho. അതുപോലെ മിറർ ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 1/f = 1/u + 1/v. ഇതിനെ മലയാളത്തിൽ ദർപ്പണ സമവാക്യം എന്നാണ് വിളിക്കുന്നത്. എഫ്, യു, വി എന്നിവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മിറർ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ മിറർ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഫിനും യുവിനും വിക്കും 3 സെപ്പറേറ്റ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില കണക്കുകൾ ചെയ്യുമ്പോൾ ഈ 1/, ഒക്കെ എടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ഈ ഏതെങ്കിലും ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇവയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് മിററിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ഏത് കേസിലാണെങ്കിലും നെഗറ്റീവ് ആയിരിക്കും. കാരണം മിററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് അളക്കുന്നത്. അതുപോലെ ഈ രണ്ട് മിററിനകത്തും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് മുകളിലോട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് മുകളിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ രണ്ട് കേസിലും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇമേജ് നോക്കാം. കോൺകേവ് മിറർ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിലും ഇമേജ് ഉണ്ടാകാം, ഈ സൈഡിലും ഇമേജ് ഉണ്ടാകാം. കോൺവെക്സ് മിറർ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ മാത്രമേ ഇമേജ് കിട്ടൂ. ഈ സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കിവിടെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് v അളക്കുന്നത് ഇങ്ങോട്ടായതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ ഹൈറ്റ് താഴേക്ക് മെഷർ ചെയ്യുന്നതുകൊണ്ട് HIയും നെഗറ്റീവ് ആയിരിക്കും. സോ v നെഗറ്റീവ് ആകുമ്പോൾ HI അഥവാ ഹൈറ്റ് ഓഫ് ഇമേജും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ സൈഡിലാണ് ഇമേജ് ഉണ്ടായതെങ്കിൽ നമ്മൾ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് അളക്കുന്നത് അങ്ങോട്ടായതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് v പോസിറ്റീവ് ആയിരിക്കും. ആ കണ്ടീഷനിൽ ഹൈറ്റ് ഓഫ് ഇമേജ് നോക്കുക, നമ്മൾ മുകളിലോട്ടാണ് അളക്കുന്നത്, അതായത് HIയും പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി v നെഗറ്റീവ് ആകുമ്പോൾ HIയും നെഗറ്റീവ് ആയിരിക്കും, v പോസിറ്റീവ് ആകുമ്പോൾ HIയും പോസിറ്റീവ് ആയിരിക്കും. ഇത് ബേസ് ചെയ്തൊരു ട്രിക്ക് പറഞ്ഞുതരാം. v, HI കൂടാതെ എമ്മും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ഇത് മൂന്നും നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ സെയിം ആണ്, പോസിറ്റീവ് ആവുന്ന കണ്ടീഷനും സെയിം ആണ്. അതായത് ഈ മൂന്നെണ്ണത്തിൻ്റെ സൈൻ ഒരുപോലെ ആയിരിക്കും എന്ന് ഓർക്കുക. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ബാക്കി രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ബാക്കി രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തലതിരിഞ്ഞത് അഥവാ ഇൻവേർട്ടഡ് ഇമേജ് എന്നുള്ള ട്രിക്ക് ഓർക്കുക. ഇൻവേർട്ടഡ് ഇമേജ് എപ്പോഴും റിയൽ ആയിരിക്കും, അതായത് നമുക്കതൊരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ആയിരിക്കും. അതുപോലെ ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ഇറക്റ്റ് ആയിട്ടുള്ള അഥവാ നിവർന്ന ഇമേജ് ആയിരിക്കും. ഇറക്റ്റ് ഇമേജ് എപ്പോഴും വിർച്വൽ ആയിരിക്കും അഥവാ മിഥ്യ ആയിരിക്കും. അങ്ങനെയുള്ള ഇമേജ് നമുക്കൊരിക്കലും ഒരു സ്ക്രീനിൽ കിട്ടത്തില്ല. അതായത് ഈ ഇമേജ് ഉണ്ടാകുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്, അതായത് മിററിൻ്റെ പിന്നിലായിരിക്കും. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് സ്ക്രീനിൽ ഒരിക്കലും ഇമേജ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ v, HI, m എന്നിവ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവിൻ്റെ കണ്ടീഷൻസ് ഈ കിടക്കുന്ന സെയിം കണ്ടീഷൻസ് തന്നെയാണ് നമ്മൾ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇൻവേർട്ടഡ് ഇമേജ് എന്നോ റിയൽ ഇമേജ് എന്നോ സ്ക്രീനിൽ കിട്ടുന്ന ടൈപ്പ് ഇമേജ് എന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കിക്കോണം v, HI, m എന്നിവയുടെ വാല്യൂ നെഗറ്റീവായിട്ട് വേണം എടുക്കാനെന്ന്. അതുപോലെ ക്വസ്റ്റ്യനകത്ത് ഇറക്റ്റ് ഇമേജ് എന്നോ വിർച്വൽ ഇമേജ് എന്നോ സ്ക്രീനിൽ കിട്ടാത്ത തരം ഇമേജ് എന്നോ അല്ലെങ്കിൽ ഇമേജ് കിട്ടിയത് മിററിൻ്റെ പിന്നിൽ ബിഹൈൻഡ് ദ മിറർ ആണെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ v, HI, m എന്നിവയുടെ വാല്യൂ പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. അതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യനകത്ത് കണക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് വിയോ, HIയോ, എമ്മോ ഏതെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഇമേജിൻ്റെ ഫീച്ചേഴ്സ് പറയാം. അത് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, സ്ക്രീനിൽ കിട്ടുന്ന ടൈപ്പ് ഇമേജ് ആയിരിക്കും എന്ന്. നമ്മളേതെങ്കിലും കണക്ക് ചെയ്യുമ്പോൾ വിയോ, HIയോ, എമ്മോ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. അതുപോലെ ഈ ഇമേജ് ഒരു സ്ക്രീനിൽ ഉണ്ടാകത്തില്ല, പകരം ബിഹൈൻഡ് ദ മിറർ അതായത് മിററിൻ്റെ പിന്നിലായിരിക്കും ഈ ഇമേജ് ഉണ്ടാകുന്നതെന്ന് പറയാം. നിങ്ങൾക്കിവിടെ വിയും, HIയും, എമ്മുമാണ് റിലേറ്റഡ് എന്ന് ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ ഒരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞു തരാം. നമ്മൾ എന്തായാലും ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ്. m - v/u = HI/HO. ഇത് എഴുതിയിരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രിക്ക് പിടിയിട്ട് കാണും. മൂന്നിടത്തെയും മുകളിൽ കിടക്കുന്നത് m, v, HI. ഇത് മൂന്നുമാണ് നമ്മുടെ ട്രിക്കിനകത്ത് ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നതെന്ന് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം.
മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എമ്മിൻ്റെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി കണ്ടു. എം നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് എന്നാൽ തലതിരിഞ്ഞോ എന്ന് ആലോചിക്കുക, അതായത് ഇൻവേർട്ടഡ് റിയൽ ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എം പോസിറ്റീവ് ആകുമ്പോൾ വിർച്വൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. എമ്മിൻ്റെ വാല്യൂവിൽ നിന്നും മറ്റ് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. എം 1 ആണെങ്കിൽ നമ്മുടെ ഇമേജും ഒബ്ജക്റ്റും സെയിം സൈസ് ആയിരിക്കും. എം 1നേക്കാൾ വലുതാണെങ്കിൽ ഇമേജ് വലുതായിരിക്കും അഥവാ എൻലാർജ്ഡ് ആയിരിക്കും. എം 1നേക്കാൾ ചെറുതാണെങ്കിൽ ഇമേജും ചെറുതായിരിക്കും അഥവാ ഡിമിനിഷ്ഡ് ആയിരിക്കും. പല കുട്ടികളും എമ്മിൻ്റെ വാല്യൂവിൽ നിന്നും പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു തെറ്റ് വരുത്താറുണ്ട്. ഉദാഹരണത്തിന് എം = -2.1 എന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നിന്നും ഈ -2.1 1നേക്കാൾ ചെറുതല്ലേ, സോ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് ഡിമിനിഷ്ഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എമ്മിനകത്തെ ഈ മൈനസ് ആകെ സൂചിപ്പിക്കുന്നത് ഇത് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണോ അതോ വിർച്വൽ ഇറക്റ്റ് ഇമേജ് ആണോ എന്നാണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ഭാഗമായ 2.1 മാത്രം എടുക്കുക. ഒരിക്കലും ഇതിൻ്റെ ഇപ്പുറത്തുള്ള മൈനസോ പ്ലസോ എടുക്കരുത്. 2.1 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്, സോ ഇത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഇനി ഈ കേസ് എടുക്കുക. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. വാല്യൂ നോക്കുമ്പോൾ 0.7 അത് 1നേക്കാൾ ചെറുതാണ്, സോ ഇതൊരു സ്മോൾ ഇമേജ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, +0.4 ആണ് എമ്മിൻ്റെ വാല്യൂ. ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് എം പ്ലസ് ആണെങ്കിൽ അതൊരു വിർച്വൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി ഇവിടുത്തെ വാല്യൂ നോക്കുക, 0.4 എന്നുള്ളത് 1നേക്കാൾ ചെറുതാണ്. 1നേക്കാൾ ചെറുതായതുകൊണ്ട് അതൊരു ചെറിയ ഇമേജ് ആയിരിക്കും. ഈ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും പ്രാക്ടിക്കലിൻ്റെ സഹായത്തോടു കൂടി നോക്കുന്ന വീഡിയോ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കണക്കുകളും ലെറ്റസ് അസസിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും എക്സ്പെരിമെന്റുകളുടെ വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.